നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻകം ടാക്സ് എന്നത് ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പദമായി മാറിയിരിക്കുകയാണ്. കാരണം പേർവിഷനോടുകൂടി ശമ്പളത്തിൽ ഒരു വർധനവുണ്ടാവുകയും ടാക്സിൻ്റെ സ്ലാബ് മാറാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം നമുക്ക് ഇൻകം ടാക്സ് കൃത്യമായി അടച്ചേ പറ്റുള്ളൂ. ഒരു വർഷാവസാനം, അതായത് ഒരു സാമ്പത്തിക വർഷാവസാനം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് നമ്മുടെ ടാക്സ് സാധാരണ അടയ്ക്കേണ്ടത്. എന്നാൽ നമ്മുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ അതൊരു ഭീമമായ തുകയായി മാറാനിടയുണ്ട്. അതുകൊണ്ട് ഒരു വർഷത്തെ മുഴുവൻ ടാക്സ് നമ്മൾ ആദ്യമേ കണക്കാക്കും. വർഷ ആരംഭത്തിൽ തന്നെ കണക്കാക്കും, ഏപ്രിൽ മാസത്തിൽ. അങ്ങനെ നമ്മൾ കണക്കാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് DDOയ്ക്ക് സമർപ്പിക്കും. അതിനെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ആകെ ടാക്സിനെ നമ്മൾ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ട തുക എത്രയാണെന്ന് കണ്ടെത്താം. ഇത് നമ്മുടെ സാലറി എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും പിടിക്കുന്നത് കൊണ്ട് ഇതിനെ ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സോഴ്സ് അഥവാ TDS എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ കൊടുത്ത ഒരു ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് ആയിരിക്കണമെന്നില്ല ഈ സമയത്ത്, അതായത് ഈ ഡിസംബറിൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ കാണുന്നത്. കാരണം വരുമാനത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ നമുക്കൊരു ഇൻക്രിമെൻ്റ് അനുവദിച്ചു, അല്ലെങ്കിൽ ഒരു അരിയർ കിട്ടാനുണ്ടായിരുന്നത് കിട്ടി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇൻകത്തിൽ ഒരു വ്യത്യാസം വരാം. അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സിൽ വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണമായിട്ട് നമുക്ക് ഹോം ലോൺ നമ്മൾ എടുത്തു. നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ 7.05 ആയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് 8.30 ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുകയും അത് നമ്മുടെ ടാക്സിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ കണക്കാക്കിയ ടാക്സ് ആയിരിക്കില്ല ഇപ്പോൾ കണക്കാക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഈ മാസം ഒരു ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വയ്ക്കുക. ഏകദേശം നമ്മൾ ഫൈനൽ മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലെ സാലറിയിൽ നിന്ന് അടയ്ക്കേണ്ടി വരുന്ന ഇനി ബാക്കിയുള്ള ആകെ ടാക്സ് എത്രയായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതൊരു 36,000 രൂപയാണെന്ന് മനസ്സിൽ കരുതുക. വെറുതെ ഒരു ഫിഗർ. നമ്മൾ ഈ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 5,000 രൂപയാണെന്നും വയ്ക്കുക, TDS ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന ഈ 3 മാസവും അല്ലെങ്കിൽ പോട്ടെ ഡിസംബറും ജനുവരിയും നമ്മൾ 5,000 രൂപ വെച്ച് അടച്ചു. അങ്ങനെ വരുമ്പോൾ 10,000 നമ്മൾ ഈ 2 മാസം കൊണ്ട് അടയ്ക്കുന്നുള്ളൂ. ഇയർ എൻഡിൽ എത്ര അടയ്ക്കേണ്ടി വരും? 26,000 രൂപ അടയ്ക്കണം. 36 അതിൽ നിന്ന് ഈ 2 മാസം അടയ്ക്കുന്ന 5,000 കഴിച്ചാൽ ബാക്കി 26,000 രൂപ അടയ്ക്കേണ്ടി വരും. ഫെബ്രുവരി മാസത്തെ സാലറി നമുക്ക് ആകെ കിട്ടുന്നത് ചിലപ്പോൾ 35,000 രൂപയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. അതിൽ നിന്ന് ഈ 26,000 രൂപ ഒരുമിച്ച് ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ തുക കൊണ്ട് നമ്മുടെ മാസച്ചെലവുകൾ നടന്നു പോകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സിൻ്റെ TDS ഈ മാസം മുതൽ നമ്മൾ കൂട്ടി പിടിക്കേണ്ടി വരും. അതായത് 36,000 എന്ന് പറയുന്ന ടാക്സിനെ നമുക്ക് അവസാനം അടയ്ക്കേണ്ടി വരുന്ന 36,000-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ മാസവും 12,000 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തിൽ നിന്ന് എത്രയേ പോകത്തുള്ളൂ? 12,000 രൂപയെ പോകത്തുള്ളൂ. ബാക്കി 12,000 2 പ്രാവശ്യം പിടിച്ചു. ലാസ്റ്റിൽ നമ്മൾ 12,000 കൊണ്ട് പിടിച്ചു. അങ്ങനെ നമ്മുടെ 36,000 രൂപ നമ്മൾ ടാക്സ് ഇനി അടയ്ക്കാനുള്ളത് നമ്മൾ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അടയ്ക്കുന്നു. അതിനുവേണ്ടി ഒരു ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കണക്കാക്കാൻ സ്പാർക്കിൽ തന്നെ നമുക്ക് സംവിധാനമുണ്ട്. 2 മിനിറ്റ് കൊണ്ട് സ്വന്തമായി തന്നെ നമുക്ക് ഈ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അത് DDOയ്ക്ക് അയച്ചു കൊടുക്കാനും അതിനാനുപാതികമായിട്ടുള്ള ഡിഡക്ഷൻസ് ഇനി വരുന്ന 3 മാസങ്ങളിൽ നടത്താനും വേണ്ടിയുള്ള ഒരു സംവിധാനം സ്പാർക്കിലുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസറിലോ ചെന്ന് www.spark.gov.in എന്നത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകാൻ ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലോഗിൻ പേജിലേക്ക് എത്തി. ഇവിടെ നമ്മൾ നമ്മുടെ യൂസർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസർ കോഡ് കൊടുത്തു. ഇനി നമുക്കൊരു ഇൻഡിവിജ്വൽ പാസ്വേഡ് ഉണ്ടാവുമല്ലോ. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. സ്പാർക്കിൽ നമ്മുടെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പേജിൽ കുറേയധികം ടാബ്സ് ഉണ്ട്, നമുക്കറിയാം, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിൽ നമുക്കിവിടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഈ ഭാഗം ഇൻകം ടാക്സ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാലറി ഡൗൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ടാക്സ് കാൽക്കുലേഷൻ. നമുക്കിപ്പോൾ ടാക്സ് കാൽക്കുലേഷനാണ് വേണ്ടത്. നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുപോലൊരു പേജിലാണ്. ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, എംപ്ലോയി നെയിം, നമ്മുടെ പാൻ നമ്പർ, ഡെസിഗ്നേഷൻ, ഫിനാൻഷ്യൽ ഇയർ ഇത്രയും ഉണ്ടാവും. നോക്കുക, നമ്മുടെ ടോട്ടൽ സാലറിയാണ് ഈ പോർഷനിൽ കാണുന്നത്. ഇത് ഓൾഡ് റെജീമും ഉണ്ട്, ന്യൂ റെജീമും ഉണ്ട്. ഓൾഡ് റെജീം എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മറ്റത് ന്യൂ റെജീം, അത് പുതുതായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഒരു സിസ്റ്റമാണ്. ഈ ഓൾഡ് റെജീം എന്താണ്, ന്യൂ റെജീം എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ഡിസംബറിൽ തന്നെ നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണെന്ന് നോക്കുക എന്നുള്ളതാണ്. ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഗ്രോസ് സാലറി, ഇത് ഫെബ്രുവരി ഉൾപ്പെടെയുള്ള സാലറിയാണ്. നമ്മളിപ്പോൾ ഡിസംബർ ആയിട്ടേ ഉള്ളൂ. എന്നാൽ അവർ ഡിസംബറിലെയും ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2750 രൂപ നമ്മുടെ ഫെസ്റ്റിവൽ അലവൻസ് നമ്മൾ കൈപ്പറ്റിയതാണ്. 2500 രൂപ നമ്മൾ അടച്ചിട്ടുള്ള പ്രൊഫഷൻ ടാക്സ് ആണ്, അത് കുറയും. ഈ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരിക്കുന്ന ഒരു സൗജന്യം. 50,000 രൂപ നേരിട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ 80C നമ്മുടെ സേവിങ്സ്, SLI, GIS, GPF, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള 80C 1,50,000 രൂപ. ഇത്രയും നമ്മൾ കുറച്ച് ആവശ്യമുള്ള എല്ലാ കാൽക്കുലേഷനും നടത്തി സ്പാർക്ക് തന്നെ നമുക്ക് നമ്മുടെ ടാക്സ് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്, 54,74,10. ഇത് ന്യൂ റെജീമിലെ നമ്മുടെ ടോട്ടൽ സാലറിയാണ്, 749,910. ടോട്ടൽ സാലറി മീൻസ് ടോട്ടൽ ടാക്സബിൾ ഇൻകം. ഓൾഡ് റെജീമിനെയും ന്യൂ റെജീമിനെയും കുറിച്ചുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. അപ്പോൾ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഈ തുകയാണ്. ഇനി നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓൾഡ് റെജീമിൽ 21,982 രൂപയും ന്യൂ റെജീമിൽ 37,491 രൂപയുമാണ് ടാക്സ്. നമുക്ക് ഏതാണ് ലാഭകരമെന്നുള്ളത് സ്പാർക്ക് തന്നെ ചെയ്തു തന്നിരിക്കുകയാണ്. നമുക്ക് ലാഭകരം ഈ 21,982 മറിച്ച് ഇതായിരുന്നുവെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഇവിടെ വന്നേനെ. നമ്മുടെ ബാക്കി ഈ 879 എന്ന് പറയുന്നത് നമ്മുടെ സെസ്സാണ്, എഡ്യൂക്കേഷൻ സെസ്. ഈ ടാക്സിൻ്റെ പുറത്ത് 4% ഈ 21,982 4% ഈ 879 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെസ് എന്ന് പറയുന്നത്. അതുകൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് ആകെ ടാക്സ് 21,861 രൂപ വരും. ഇത് മാത്രം നോക്കുക. ഇത് ന്യൂ റെജീമാണ്, ഇത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഓൾഡ് റെജീം മാത്രം നോക്കുന്നു. ഈ 21,861 രൂപ ടാക്സ് ആണ് നമ്മൾ ഏത് മാസം അടയ്ക്കാനുള്ളത്? ഈ ഫെബ്രുവരിയിൽ അടയ്ക്കാനുള്ളത്. കാരണം നമ്മൾ ഇതുവരെയും ഒരു പൈസ പോലും ഇദ്ദേഹം TDS അടച്ചിട്ടില്ല. അങ്ങനെ വരുന്ന ഒരാൾക്ക് ടോട്ടൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് 21,861 രൂപയാണ്. ഏത് മാസം? ഫെബ്രുവരിയിൽ. എന്നാൽ നമ്മളിവിടെ 3 ഡിവൈഡ് ചെയ്തു ഇതിനെ. അപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് ഈ തുക, ഈ 22,861 എന്ന് പറയുന്ന ടോട്ടൽ ടാക്സ് നമുക്ക് അടച്ചു തീർക്കാൻ കഴിയും. ഓരോ മാസവും 7,620 നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നോക്കുക, ഈ ഒരു കാൽക്കുലേഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര അടയ്ക്കണമായിരുന്നു? 21,861 നമ്മൾ ടാക്സ് ഒറ്റത്തവണ അടയ്ക്കണമായിരുന്നു. അത് 3 നമ്മൾ ഡിവൈഡ് ചെയ്തു. ടാക്സിലൊന്നും കുറവ് വരുന്നില്ല, പക്ഷേ ഒരു ഭാരിച്ച തുക അടയ്ക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറി 3 മാസമായിട്ട് നമുക്ക് ഇത് അടയ്ക്കാൻ കഴിയും. ഇല്ല, നിങ്ങൾക്ക് 2 മാസമായിട്ട് അടയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് അടയ്ക്കാം. ഫെബ്രുവരിയിലൊന്നും അടയ്ക്കാതിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തിനായാലും ഈ ഒരു കാൽക്കുലേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി DDOയ്ക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ DDO ഈ രീതിയിൽ നമ്മുടെ സാലറിയിൽ നിന്ന് അടുത്ത ഈ മാസം മുതൽ, ഡിസംബർ മുതൽ ഡിഡക്റ്റ് ചെയ്ത് തുടങ്ങും. ഇനി നമുക്ക് ഇതിനെ ഒരു റിപ്പോർട്ടായി ജനറേറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് എങ്ങനെ DDOയ്ക്ക് സമർപ്പിക്കാം എന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ഇവിടെ ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്തു. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഡൗൺലോഡ് റിപ്പോർട്ട് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ദിസ് വിൽ ടേക്ക് ടൈം. ഡു യു വാണ്ട് ടു ജനറേറ്റ് റിപ്പോർട്ട്? ഓക്കെ.
ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു താമസം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് PDF രൂപത്തിലുള്ള ഈ വർഷത്തെ ടാക്സ് കാൽക്കുലേഷൻ ഷീറ്റ്, അഥവാ നമ്മുടെ ആന്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. നമ്മൾ പറയുന്നു റിമൈനിങ് മന്ത്സ് 3 എമൗണ്ട് ₹7,620 രൂപ വീതം അടയ്ക്കുക എന്നുള്ള ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, നമ്മുടെ SLI, LIC പ്രീമിയം, ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസപ്പ്, GPI സ്കീം ന്യൂ, GPF മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ഇതെല്ലാം ചേർത്ത് നമുക്ക് സേവിങ്സ് ഉണ്ട് 1,79,756. നമുക്ക് 1.5 ലക്ഷം വരെ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഉണ്ട്. ഇത് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ഇനി നമ്മൾ ഇതിനെ പ്രിന്റ് എടുക്കുക. അതിനുവേണ്ടി Ctrl+P പ്രസ് ചെയ്യുക. ഈ പേജ് മുഴുവനായിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം. നമുക്കിവിടെ പ്രിന്റർ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിന്റ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ സേവ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് പ്രിന്റർ ഉള്ള ഒരു സിസ്റ്റത്തിൽ ചെന്ന് ഇതിൽ നിന്നും പ്രിന്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ടാക്സിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.